ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് നടക്കണം ഒന്നീ വീടിൻ്റെ മുറ്റത്ത്, അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ ബേക്ക്, ആ ഒരു വർക്ക് ഏരിയ ആ ഒരു ഭാഗത്താണ്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും വിചാരിക്കും എന്തോ റബ്ബറും കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ? ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തല്ലാതെ അവിടെ നിന്നൊരു 100-300 മീറ്റർ മാറിയിട്ട് നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, നമുക്കൊരു പുരയിടമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ നടന്നു നിൽക്കാം. നമുക്ക് നമ്മളെ വീഡിയോയിലൊക്കെ എന്താണ് ഷീറ്റൊക്കെ നമ്മൾ ഉണക്കാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഷീറ്റ് വെട്ടുന്നതും പിന്നെ ആ റബ്ബറുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ മാറി വേറെ സ്ഥലത്തായിട്ടാണ്. അപ്പോൾ അവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു പിന്നെ കുറച്ച് റബ്ബർ മരങ്ങളും കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മാത്രമല്ല അവിടെ ഒരു പഴയ വീടുണ്ട്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും ആരും കാണാൻ ചാൻസ് ഇല്ലാത്തത്, ഇന്നത്തെ കാലത്ത് മീൻസ് ഇന്നത്തെ കുട്ടികളൊന്നും കാണാൻ ചാൻസ് ഇല്ലാത്ത പിന്നെ ഒരു പഴയ വീട് നമ്മൾ ആ ഒരു പുരയിടത്തിലുണ്ട് കേട്ടോ. ഒരു മണ്ണൊക്കെ ഇട്ടുണ്ടാക്കിയ ഏകദേശം കുറച്ചൊക്കെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്, ആ രീതിക്കുള്ളൊരു വീടൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ചക്കര ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ചക്കര ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു പെരയിടവും പറമ്പൊക്കെ കാണാൻ വരുന്നത്. അപ്പോൾ വാപ്പായി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും ചക്കരയും വാപ്പയും കൂടിയാണ് വന്നത്. അപ്പം ഇന്നും റബ്ബർ വെട്ടുന്നുണ്ടല്ലേ അമ്മ? റബ്ബർ വെട്ടുന്നുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടലും പാലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അങ്ങോട്ട് ഇനിയിപ്പോൾ വാപ്പ റബ്ബർ പാല് പിടിച്ചു കൊടുക്കുമ്പോൾ റബ്ബറുകാരൻ എന്ത് ചെയ്യും, ആ വലിയൊരു കന്നാസിലാണ് കേട്ടോ ഈ പാല് പിന്നെ ഏറ്റിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ ഷീറ്റ് ഉറക്കുന്നതും പിന്നെ ചെയ്യുന്നതൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചാണ്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ കാണാത്തറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കാണിച്ചു തരാം. ഒരു പിന്നെ ഇതേപോലെ റബ്ബർ മരത്തുനിന്ന് റബ്ബർ വെട്ടി ഇതേപോലെ ചിരട്ടയിൽ പാലായി അതെങ്ങനെയാണ് റബ്ബർ ഷീറ്റ് ആവുന്നൊരു പ്രോസസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു പറമ്പും ഇവിടുത്തെ പിന്നെ എന്താണ് റബ്ബർ പിന്നെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ആ ബേക്കിലൊക്കെ കാണുന്ന ഫുള്ള് വലിയ പാറകളാണ്. അല്ലാതെ ഇവിടെ ഒക്കെ മുഴുവനും റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഭാഗത്താണ് നമ്മുടെ എസ്റ്റേറ്റ്, നമ്മുടെ റബ്ബർ തോട്ടം വന്നിട്ട്. അപ്പോൾ ചക്കര ആദ്യമായിട്ടല്ലേ വരുന്നറിഞ്ഞ് അപ്പോൾ ഇവിടെ പഴയ വീടാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. ചക്കരയും കണ്ടോ കേട്ടോ അത്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. നല്ല തണലാണ് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ നട്ടുച്ചയ്ക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നോക്കും ഇപ്പോഴും തണലുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ആ വീട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പോരി, വരുമ്പോൾ നോക്കി നടന്നോളിയും. വഴിയൊന്നും അത്ര പിന്നെ നേരെയുള്ള വഴിയല്ല. അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും. കാരണം അതിനുള്ള കാരണങ്ങൾ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതുകൊണ്ട് കുറച്ച് ലെങ്തി ആവും വീഡിയോ. അപ്പോൾ മുന്നേ ഒരു തലമുറ താമസിച്ചൊരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ചക്കരെ നോക്കി കയറി പോരെ, നോക്കി വായോ. ഇവിടെ വഴി കുറച്ച് ടാസ്ക്കാണ് കയറി വരുന്നത്. നമ്മൾ ഡെയിലി പോയി വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു വീട് കേട്ടോ. കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു തലമുറ താമസിച്ച വീടാണ്. ആ ജനലൊക്കെ നോക്കേ, അതൊക്കെ ഇങ്ങനെ ശോഷിച്ചു തുടങ്ങി. ഹലോ, ഇതാണ് നമ്മളെ റബ്ബർ വെട്ടുന്ന നമ്മളെ ആള്. പേര് പറഞ്ഞു കൊടുക്ക്. പേര് കുഞ്ഞുമോൻ. അപ്പൊ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ടില്ലേ നമ്മുടെ ആ റബ്ബർ പാലെടുക്കുന്ന തൊട്ടിയെ ക്ലീൻ ചെയ്യാനാള്. ഇന്നത്തെ റബ്ബർ വെട്ട് കഴിഞ്ഞാ? റബ്ബർ വെട്ട് കഴിഞ്ഞ് കഷ്ടപ്പെടുന്നത് കണ്ട, ഇഷ്ടപ്പെടുന്നത് കണ്ട. നമ്മളെ വെട്ടേനെ ചോദിച്ചോട്ടാ, ഹണിമൂണിന് പകരം റബ്ബർ തോട്ടത്തിലാണ് കൊണ്ടുവന്നത്. അപ്പം ഈ കിണർ ഇപ്പോഴും വെള്ളമുണ്ട്. തവള കിടക്കുന്ന നോക്ക്, തവള കിടക്കുന്നതിനകത്ത്. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ടോ? അപ്പൊ 75 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടല്ലേ ഈ വീടിന്? അപ്പൊ വാപ്പാക്ക് ജനിക്കും മുന്നേ ഈ വീടല്ലേ? ഇത് വടക്കതാ. ഇത് പണ്ട് വടക്കെന്ന് പറയും. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ കുടുംബ വീടായിരുന്നു. അപ്പോ ഇവിടെ വെച്ച് തടിയൊക്കെ അതൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ മാത്രമേ 75 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് കേസ് നിങ്ങൾ കാണുന്നത്. ഈ വീട്ടില് പിന്നെന്താണ്
ഇപ്പോഴും തടിയൊക്കെ നമുക്ക് ഈ ഒരു ലെവലായിട്ടുള്ളൂ. പാടെ ശോഷിച്ചു പോയിട്ടില്ല. കാരണം അത് കൂടുതൽ വരും അല്ലേ? അല്ല 75 വർഷമായിട്ട് ഇത്രയല്ലേ പോയോളൂ. ഇപ്പോഴത്തെ തടിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പോയിട്ടുണ്ടാവും. കംപ്ലൈന്റും ഇല്ല. പോയി തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ? നമുക്ക് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ആ ജനൽ മാത്രം കുറച്ച് ശോഷിച്ചു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് പോയതാണ് കേട്ടോ. മണ്ണിടിഞ്ഞ് പോയതാണ്. ഓക്കെ, അപ്പോൾ പണികൾ നടക്കട്ടെ. നമ്മളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് മുന്നേ താമസിച്ച വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു ഫ്രണ്ടേജ്, ഒരു എൻട്രൻസ് ഇതാണ് വരുന്നത്. ചക്കര അതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പിന്നെ പാലൊക്കെ ഇവിടെ ഉറച്ച് വെക്കുന്നത്. ഇതാരുടെ പാലാണോ അപ്പോൾ ഉറച്ച് വെക്കുന്നത്? ഇത് വേറെ ടീമിൻ്റെതാണല്ലേ? ഇത് വേറെ ആൾക്കാരതാണ്. നമ്മളത് ഇതേപോലെ ബാരലിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മളെ വീട്ടിൽ കൊണ്ടുപോകും. എങ്ങനെയുണ്ട് ചക്കര നമ്മളെ ഈ വീട്? പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അല്ലേ? പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ഗൈസ്. നോക്ക്, ചുറ്റിനും മരങ്ങൾ, അടുത്തൊന്നും വേറെ വീടില്ല. അതൊക്കെ പിന്നെ വീണ്ടും താഴ്വാരം പോലെയാണ്. താഴോട്ട് വീണ്ടും മുഴുവൻ റബ്ബറാണ് കേട്ടോ, മുഴുവൻ റബ്ബറാണ്. ചക്കര നടക്കുക, ഇതൊക്കെ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോര്. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ റബ്ബറാണ്. ഇതിനകത്തുനിന്ന് റബ്ബർ വെട്ടുന്നതാണ്ടോ. ഇതേപോലെ പിന്നെ ചെറിയ റബ്ബർ കത്തിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പാല് വരും. ഇതിങ്ങനെ ചിരട്ടയിൽ നിറഞ്ഞിട്ടാണ് ഇത്രയും റബ്ബറുകൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കത്തിൻ്റെയും പലതുള്ളി പെരുവെള്ളം പോലെ ശേഖരിക്കുക പാല്. വെട്ടി 2 മണിക്കൂർ 3 മണിക്കൂറിനൊക്കെ ഉള്ളിൽ ആ പാല് ശേഖരിച്ചിട്ട് എന്ത് ചെയ്യും, അതേപോലെ ബാരലിൽ നിറക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് അത് ഷീറ്റാക്കുന്ന പ്രോസസ്സ്. അതെന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഇപ്പോൾ താഴോട്ടേക്ക് നടന്നോ, റബ്ബറും തോട്ടമൊക്കെ കണ്ടോ. പിന്നെ ഇത് നോക്ക്, ഈ നിൽക്കുന്നുണ്ടോ പുളിമരം. ഈ പുളിമരം എന്ന് പറയുമ്പോൾ ഗൈസ് എപ്പോഴും ഇതിൽ പുളിയൊന്നും ഇല്ല കേട്ടോ. ഒരു സമയത്ത് ഞാനൊക്കെ 1ലും 2ലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാ വർഷവും ഇതിൽ പുളി ഉണ്ടാവും. പുളിയെന്ന് പറഞ്ഞാൽ അലാക്കിൻ്റെ പുളിയാണ്. കാരണം ഇഷ്ടം പോലെ പുളി ഉണ്ടാവും. അതിന് പുളി ഇടാൻ വേണ്ടി 1-2 ആളെ വിളിക്കും. രാവിലെ തുടങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ ചക്കരെ, വൈകുന്നേരമാവും തീരുക. ഇതൊക്കെ പുളി കിടക്കുന്നുണ്ട്, പക്ഷേ അത് കേടായതാണ്. കേടാണ്. അപ്പോൾ രാവിലെ തുടങ്ങുന്ന പരിപാടി വൈകുന്നേരമാവും തീരും. അമ്മാതിരി പുളി ഉണ്ടാവും. നമ്മളൊക്കെ എന്ത് ചെയ്യും, ശനിയോ ഞായറൊക്കെ ആവും പരിപാടി. അപ്പോൾ എനിക്ക് സ്കൂൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും കൂടി, ഞാനും അനുജനൊക്കെ കൂടിയിട്ട് പുളി ഇങ്ങനെ കുലുക്കും. ഈ കുലുക്കുന്നത് പല സ്ഥലത്തായിട്ടാവും വീഴുന്നത് ഇവിടെ തോട്ടത്തിൽ. അപ്പോൾ അതിന് മുന്നേ കാടൊക്കെ വെട്ടി വെടിപ്പാക്കി ഇടും. എന്നിട്ട് ഇങ്ങനെ പുളി പറക്കിയിട്ട് ചാക്കുകൾ നിറക്കും. 3-4 ചാക്ക് ഉണ്ടാവും. അത് ആ കാണുന്നത് പൈനാപ്പിൾ ഉണ്ടാവും. അതിലിങ്ങനെ ഉണ്ടാവും. അത് പക്ഷേ എടുക്കില്ല. അതിങ്ങനെ ഇടവിളയായിട്ട് വളരുന്നതാണ്. അതിനാരും പ്രത്യേകിച്ച് വളർത്തുന്നതല്ലെന്നാണ്. അത് നട്ട് വളർത്തുന്നതല്ല. ഏത്? മുകളിൽ പാറലല്ലേ? മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കാടും ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫുള്ള് പാറയാണ്. ആ മുകളിലേ ഫുള്ള് പാറയാണ്. പൈനാപ്പിൾ ചോദിച്ച ചക്കര അതാരും വളർത്തുന്നതല്ല. അതെങ്ങനെ തന്നെ കിടന്ന് പൊടിക്കുന്നതാണ്. എങ്ങനെ കിടന്ന് പൊടിക്കുന്നതാണ്. അതെങ്ങനെ ആരും കായ്വല എടുക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ നീ പറഞ്ഞ സാധനം എന്താ നിൽക്കുന്നുണ്ട് വരി. ഈ ചക്കര നമ്മളെ മറ്റേ ജിഞ്ചർ ഷാമ്പൂവിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഈ പറമ്പിലുണ്ടല്ലോ ആവശ്യമാരുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇത് ശരിക്കും ഒരു ഷാമ്പു ആണ്, ഒരു നാച്ചുറൽ ഷാമ്പു ആണ് ഈ സാധനം. ഇതിന് ജിഞ്ചർ ഷാമ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ജിഞ്ചർ ഷാമ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ പറമ്പിലുണ്ട്, നമ്മളെ വീട്ടുപരിസരത്തുണ്ട് ഈ സാധനം. ഒരു ദിവസം നമുക്ക് ഇതെടുത്ത് നോക്കാം കേട്ടോ ചക്കരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പറമ്പ് കണ്ടില്ലേ, ഇങ്ങോട്ടൊക്കെ ഉള്ളത് നമ്മുടെ പറമ്പാണ്. ഈ ഒരു പ്രദേശത്ത് ഇതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് വരും. അതിനപ്പുറം അത് വേറേതാണ് കേട്ടോ. ആ പച്ച കാണുന്നത് വേറെ റബ്ബറിന്. ആ ഒരു പച്ച ഇട്ടേക്കുന്നതിന് ആൾക്കാരൊക്കെ എന്താണ്, അത് ശരിക്കും റബ്ബറിൻ്റെ നമ്മൾ പറഞ്ഞ പോലത്തെ ഇതുപോലെ പട്ടയില്ലേ, ഈ റബ്ബർ വെട്ടുന്ന ആ ഒരു സ്ഥലമാണ് പട്ട എന്ന് പറയുന്നത്. അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം വീണ് പട്ട അഴുകി ചീഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഇടുന്നത്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ റബ്ബർ എന്നും വീണ്ടും വീണ്ടും വെട്ടാൻ പറ്റും. റബ്ബർ ഇങ്ങനെ വെട്ടിയിട്ട് ഒരുപാട് നാളത് ഈട് നിൽക്കും. ഓക്കെ, അങ്ങനെ ചക്കരെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റ്, നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചൂടത്തുനിന്നൊക്കെ നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റബ്ബർ മാത്രമല്ല, തെങ്ങുണ്ട്. ഈ റബ്ബറും പുളിയും മാത്രമല്ല, തെങ്ങ് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. തെങ്ങെന്ന് പറയുമ്പോൾ ഇപ്പോൾ തേങ്ങ കുറവാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് നല്ല തേങ്ങ ഉണ്ടായിരുന്ന സമയമാണ്. നമ്മളിങ്ങനെ തേങ്ങ വെട്ടിയിട്ട് ഈ പെരയിലാണ് കൊണ്ടുവന്നിരുന്നത്. രാവിലെ തേങ്ങോട്ടം വന്നു കഴിഞ്ഞാൽ അതും വൈകുന്നേരമാവും. ചോറൊക്കെ കൊണ്ടുവന്ന് ഒരു വാഴയിലേക്ക് വെട്ടി ഇവിടെ ഇരുന്ന് തന്നെ നമ്മളതൊക്കെ കഴിക്കുന്നത്. പിന്നെ അതേപോലെ വാഴ ഉണ്ടായിരുന്നു മുന്നേ. അങ്ങനെ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കൃഷികളും കാര്യങ്ങളൊക്കെ എന്താണ്, എല്ലാത്തിൻ്റെയും കായ്ഫലം കുറഞ്ഞോടുകൂടി അതൊക്കെ അങ്ങനെയായി. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു വീട് നമ്മൾ താമസിച്ചിട്ടില്ല, ഈ വീട് നമ്മളെ തലമുറ ആരും ജീവിച്ചിട്ടില്ല. നമുക്ക് മുന്നേ നമ്മൾ ഈ സ്ഥലം വാങ്ങിയ ആൾക്കാരല്ലേ അമ്മ,
അവരല്ലേ ഇതിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? അവര് ഈ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയതിന് ശേഷം ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? വാടകയ്ക്ക് ഒരുപാട് നാള് നമ്മള് ഇപ്പൊ ഒരു ഇതെല്ലാം നല്ലതായിരുന്നു. ഇപ്പൊ പക്ഷേ എല്ലാം പൊളിഞ്ഞു പോയി കേട്ടാ. അപ്പൊ കറണ്ട് വന്നിട്ടില്ലല്ലേ അമ്മ? വന്നില്ല, കറണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ വീട്ടിലുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. വീട് ഇപ്പോഴും നല്ല വീടാണ്, കുട്ടപ്പനാണ്. ഒന്ന് തട്ടിത്തൂത്ത് റിനോവേഷനൊക്കെ ചെയ്തെടുത്താൽ എന്താണ് ഒരു കുടുംബത്തിന്, ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് അങ്ങനെയാണ്, വേറെ ശല്യമില്ല, റോഡ് തിരക്കിൻ്റെ അത് ബുദ്ധിമുട്ടില്ല, വണ്ടിയുടെ പ്രശ്നങ്ങളില്ല. അല്ല താഴോട്ടുണ്ട്, ഞാൻ പറഞ്ഞ നമ്മളെ ഈ ഒരു ഇട്ടവട്ടത്ത് അങ്ങനെ വീടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്? അവിടെ അതിപ്പോ അവിടെ അതൊക്കെ ഇപ്പൊ അടുത്ത് വന്ന വീടാണ് ആ ഒരു ഭാഗത്തായിട്ട്. കോട്ടരം, അതായത് നമ്മുടെ കറുത്ത വണ്ടില്ലേ അത് നല്ല ഉണ്ടാവും, റബ്ബറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അല്ലാതെ വേറെ നമ്മള് പുറത്തെ പ്രശ്നങ്ങൾ വെച്ച് പോയി കഴിഞ്ഞാല് ആ പൊടിയും വണ്ടിയുടെ ഒച്ചയും ബഹളവും അതൊന്നും ഇല്ലാതെ സമാധാനത്തിൽ കുറച്ചു നേരം വന്നിരിക്കാം. പീസ്ഫുൾ മൈൻഡാണ് കേട്ടോ ഈ സ്ഥലം. എന്താണ് അപ്പം മഴ വിളിച്ചതാ. ഓക്കെ, അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉമ്മറം അല്ലെങ്കിൽ കോലായി എന്നൊക്കെ പറയില്ല ആ ഒരു സ്ഥലം. ഇത് ഫുള്ള് ചാണകം മെഴുകിയ സ്ഥലമാണ് കേട്ടോ. ചാണകം കൊണ്ട് മെഴുകി അല്ലേ നമ്മളെ റബ്ബറിന് ആവശ്യമായ വളം, അതേപോലെ തന്നെ ഏണി, അങ്ങനത്തുള്ള കത്തി, ആ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ഗോഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഈ വീട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്നാലും നമ്മൾ ഈ വീട് പൊളിച്ചിട്ടൊന്നുമില്ല. നോക്ക്, ഇത് വീടിൻ്റെ അടുക്കള ഭാഗമല്ലേ? അപ്പം അടുക്കള ഭാഗം ഇത്, അതിൻ്റെ ഉള്ളിലെ ഒരു റൂം, ഇത് മറ്റൊരു റൂം. ഇവിടുത്തെ കഥയൊക്കെ മുന്നേ പോയി. ഇതാണ് പൊളിഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ നായ്ക്കളൊക്കെ കയറിയിട്ടാണ് ഇങ്ങനെ. നമ്മുടെ വെട്ടുകാരാണ്, നമ്മുടെ റബ്ബർ വെട്ടുന്ന ആളാണ്, നമ്മൾ പരിചയപ്പെട്ടല്ലോ ആദ്യമേ. അതെ, അതാണ് നമ്മൾ പറഞ്ഞോ, വയറിങ് ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷേ കറണ്ട് കിട്ടിയിട്ടില്ല. ആള് താമസം ഇല്ലാത്തതുകൊണ്ട് കറണ്ട് കിട്ടിയിട്ടില്ല. കണ്ടോ, വയറിങ് ഒക്കെ ചെയ്ത് പ്ലഗ് പോയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ ഇനി പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോണി ഇരിക്കുന്നുണ്ടോ, കോണി, അതേപോലെ തന്നെ ചെറിയ മണ്ണെണ്ണ വിളക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇട്ടുള്ളത്. ഇവിടെ അല്ലേ റബ്ബറിന്റെ ഇലയാണ്. ചക്കര ഇതാണ് വീട് കണ്ടോ. അപ്പൊ ചക്കര ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത് അല്ലേ? അപ്പൊ ഈ പാലിനി റോഡിൽ ബൈക്ക് എന്നും അങ്ങനെ തന്നെയല്ലേ ചെയ്യണേ? എന്നും ഇതേപോലെ ഇവിടെ നിന്ന് പിടിച്ച് നമ്മൾ റോഡ് വരെ കൊണ്ടുപോകും. അവിടെ നിന്ന് ബൈക്കില് ഇവിടെ നിന്ന് 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ബൈക്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ബൈക്കിൽ രണ്ടാളും പാട് നേരെ വീട്ടിൽ റബ്ബർ പാല് കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിന്നാണ് ബാക്കി ചെയ്യുന്നത്. മക്കളെ, അടുക്കളയില് ചക്കര ഇങ്ങനെ എത്തി നോക്കണല്ലേ? ചക്കരെ കാണാൻ പറ്റുന്നില്ല. ആര് ചവിട്ടിക്കോ, ആര് ചവിട്ടിട്ട് കയറിക്കോ, ഒന്ന് താങ്ങിക്കോ. ഇതിനുള്ളിൽ കാണാനൊന്നുമില്ല. നമുക്ക് പഴയ അമ്മിക്കല്ല് ഇരിക്കുന്നുണ്ട് ചക്കര, അമ്മിക്കല്ല്. അത് പൊളിഞ്ഞു വേണ്ട. അമ്മിക്കല്ല്, കറിച്ചട്ടി, ഇത് അവിടെയാണ് അടുപ്പ് കൂട്ടിയിരുന്ന സ്ഥലം കണ്ടോ. അവിടെ ചെറിയ, അപ്പൊ ഈ ഒരു അമ്മിക്കല്ലാണ് എന്ത് കറിക്ക് പിന്നെ കൂട്ടാനും കറിക്കൊക്കെ എന്താണ് മസാലയും കാര്യങ്ങളൊക്കെ അരച്ചിരുന്നല്ലേ അമ്മ? നോക്ക്, ഇങ്ങോട്ട് ഇരിക്കണോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അവിടെ നീ എത്തി നോക്ക്, ചക്കരക്ക് നോക്കാൻ കിട്ടാതെ. അപ്പോൾ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കുള്ള റബ്ബറുകളിൽ പിന്നെ ഏറ്റവും വലിയ റബ്ബർ മരം ഇതാണ് കേട്ടോ. നമുക്ക് ഉള്ളതിലെ ഏറ്റവും വലിയ മരം ഇതാണ്. ചക്കര ഇതൊന്നായിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എനിക്ക്? കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചെത്തോ? നോക്ക്, ഇതിൻ്റെ കൂടെ വെച്ച റബ്ബറാണ് തൊട്ടപ്പുറത്ത് വെക്കണത്. അത് നോക്ക്, ഇതിൻ്റെ വണ്ണം നോക്ക്, ഇത് നല്ല വലിപ്പമുണ്ട്. നോക്ക്, ഇത് ഇത്ര വലിപ്പമാകാൻ കാരണം എന്തെന്നറിയാമോ? ഇവിടെ താമസമുള്ള ആൾക്കാർ താമസമുള്ള സമയത്ത് ഇവിടെ നിന്നാണ് കുളിക്കുന്നത്, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട്. ആ വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ മുട്ടിക്ക് വന്നിട്ടാണ് അങ്ങനെ ആവുന്നത്. ഓക്കെ, എന്നാലും നടക്കി പോവാം. അപ്പായും നമ്മളെ റബ്ബർ വെട്ടുന്ന ആളും മുന്നേ പോയിട്ടുണ്ട്. നോക്കി നടക്കിട്ടോ. അപ്പോൾ പാലും വെള്ളവും ആസിഡൊക്കെ ചേർത്ത് അതിന് റബ്ബർ ഷീറ്റിൻ്റെ ഉറ എന്നാണ് കേട്ടോ പറയുന്നത്. ഉറ ഒഴിച്ചിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ഒന്നിനു മീതെ അടുക്കി വെച്ചിട്ടുണ്ട്. നീളത്തിനും വീതിക്കുമായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു 1 മണിക്കൂർ ആകുമ്പോൾ ഷീറ്റാവും. എന്നിട്ടാണ് ഇത് ഷീറ്റ് അടിക്കുന്നത് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഷീറ്റ് അടിച്ച് കൊണ്ടുവന്നത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് ഇതേപോലെ ഷീറ്റ് അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതേപോലെ അയലിടും. എന്നിട്ട് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 8 ദിവസത്തെ 10 ദിവസത്തെ ഉണക്കിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ക്വാളിറ്റി ഷീറ്റായി മാറുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ തവണയും നല്ല കട്ടിയുള്ള ഷീറ്റോ, അതായത് അത്യാവശ്യം ഇത്ര കട്ടിയൊക്കെ ഉണ്ടാവും. ഈ ഒരു സാധനത്തിനെ അടിച്ചടിച്ച് ലാസ്റ്റ് ഈ ഒരു കട്ടിയിലേക്ക് കൊണ്ടുവരും. അത്രയും കട്ടിയുള്ളൊരു സാധനത്തിനെ നമ്മൾ ഈ ഒരു നേർത്ത കട്ടിയിലാക്കി എടുക്കും കേട്ടോ. ഇത് കൈ തൊട്ടാൽ നല്ല ചൊറിയാണ്, ആസിഡിൻ്റെ അംശമുള്ളത് കൊണ്ടും. അപ്പോൾ ഇങ്ങനെ നേരത്തെ ഷീറ്റൊക്കെ അടിച്ചിട്ട് ലാസ്റ്റ് ഈ കാണുന്നൊരു
ഒരു ഇത് കണ്ടോ പ്രിന്റ്, ഈ പ്രിന്റിലാക്കി എടുക്കും. അപ്പോഴാണ് ഫുള്ളായിട്ട് ഷീറ്റായിട്ട് മാറുന്നത്. പിന്നെ ഒരുപാട് അയലിടാണ്ട്, അതൊക്കെ നമ്മളെ റബ്ബർ വെട്ടുന്ന ആൾ തന്നെ, പുള്ളിക്കാരൻ തന്നെ ചെയ്യുന്ന ജോലികളാണത്.